നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 15,000 വോട്ടുകൾക്ക് വിജയിക്കും. ഇക്കഴിഞ്ഞ 2025 ജനുവരി 13 ഏതാണ്ട് രാവിലെ 10 മണിയോടുകൂടി കൊഴുപ്പുകൂടി എല്ലിനിടയിൽ കുത്തിയതിനെ തുടർന്ന് നിലമ്പൂർ MLA PV അൻവർ തന്റെ MLA സ്ഥാനം രാജിവെച്ചിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന PV അൻവറിനെ തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിനേക്കാളും 2,700 വോട്ടുകൾക്കാണ് നിലമ്പൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടത്. 2016 UDF സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ 11,504 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുവാനും PV അൻവറിനൊപ്പം നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു എന്നോർക്കണം. നിലമ്പൂർ മണ്ഡലത്തെ 30 കൊല്ലം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ 2016 11,504 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുവാൻ സഹായിച്ച ആ ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് PV അൻവർ ജനുവരി 13 തന്റെ രാജി എറിഞ്ഞുകൊടുത്തത്. എന്തിനു വേണ്ടി? താൻ സ്വീകരിച്ച ഒരു ശക്തമായ നിലപാടിന് വേണ്ടിയായിരുന്നു എങ്കിൽ ന്യായീകരണമുണ്ടായിരുന്നു. ആ രാജി എന്തിനു വേണ്ടിയായിരുന്നു? ഒരു മരമുറി ചാനലിനെ കൂട്ടുപിടിച്ച് അൻവർ എന്തൊക്കെ ആരോപണങ്ങളാണ് അന്ന് നടത്തിയത്? എന്തൊക്കെ പുകിലുകളുണ്ടാക്കി? അൻവറിന്റെ ഏതെങ്കിലും ഒരു ആരോപണം സത്യമായിരുന്നു എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചോ? ഇല്ല എന്ന് മാത്രമല്ല, MLA പദവിയും പോയി, എല്ലാം പോയി, മാനവും പോയി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചന്തി വേണമെങ്കിലും കഴുകി കുടിക്കാം, തന്നെ UDF എടുക്കണം എന്ന് പറഞ്ഞ് ഇരന്ന് നടക്കുകയാണ്. ഇയാൾ ശരിക്കും നിലമ്പൂരിലെ ജനങ്ങളെയും ഇവിടുത്തെ ജനാധിപത്യത്തെയുമാണ് വഞ്ചിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 1 വർഷം മാത്രം ഇരിക്കെ മണ്ഡലത്തെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഖജനാവിന് കോടികൾ നഷ്ടം. ജനങ്ങൾക്ക് ഈ മഴക്കാലത്ത് വീണ്ടും ദുരിതം. ഇതിൻ്റെ എല്ലാം നഷ്ടം ഈ നിലമ്പൂർ മൂരിയിൽ നിന്നും ഈടാക്കണം. ഈ നിലമ്പൂർ മൂരി ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി മത്സരിക്കുവാനോ മറ്റാളുകളെ പിന്തുണയ്ക്കുവാനോ കളത്തിലിറങ്ങിയാൽ ചൂലിൽ അമേതി മുക്കി ഇവനെ അടിക്കണം. അത് ചെയ്യേണ്ടത് വേറെ ആരുമല്ല, നിലമ്പൂരിലെ വോട്ടർമാരാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരേ 1 വർഷം മാത്രം ബാക്കിയുണ്ടെന്നിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു മുന്നണികൾ. എന്നാൽ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മെയ് 27 ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞു. നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 ആയിരിക്കും. വോട്ടെണ്ണൽ ജൂൺ 23 നടക്കും. 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുക. ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലും UDFും LDFും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 9 കൊല്ലത്തിന് ശേഷം അപ്പൻ ആര്യാടന്റെ തട്ടകം മകൻ ആര്യാടനെ കൊണ്ട് തിരിച്ചുപിടിക്കുവാനുള്ള സുവർണാവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFനും UDFനും ഒരുപോലെ നിർണായകമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തെളിയിക്കുവാനുള്ള അവസരമാണ് UDFന് കൈവന്നിരിക്കുന്നത്. അതേസമയം അൻവർ പോയാലും പാർട്ടിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നും സംസ്ഥാനത്ത് ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഇല്ല, സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകും എന്നും തെളിയിക്കുന്നതിനായി നിലമ്പൂർ പിടിക്കുക എന്നത് LDFനും വലിയ വെല്ലുവിളി തന്നെയാണ്. 1965 നിലവിൽ വന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 2016 കണക്കുകൾ പ്രകാരം 2,06,132 വോട്ടർമാരാണുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 44% മുസ്ലിം വോട്ടർമാരെങ്കിൽ 41% ഹൈന്ദവ വോട്ടർമാർ നിലമ്പൂരിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യൻ വോട്ടർമാർ 13% അടുത്താണ്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നന്നായേനേം എന്ന വായ്ത്താരികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നർത്ഥം. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ i2y ന്യൂസ് നടത്തിയ പ്രവചനങ്ങൾ കൃത്യമായിട്ടുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും ഞങ്ങൾ പറഞ്ഞ ശതമാനത്തിനോട് തെരഞ്ഞെടുപ്പ് ഫലം വളരെ അടുത്തു വന്നിരുന്നു.
നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കുറഞ്ഞത് 10,000-നും 15,000-നും ഇടയ്ക്കുള്ള വോട്ട് പിടിച്ച് വിജയിക്കും. പ്രൊവൈഡഡ് കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും കുതികാലുവെട്ട് ഉണ്ടായില്ല എങ്കിൽ UDF-ലെ പടലപ്പണക്കങ്ങൾ കൊണ്ടും കുതികാലുവെട്ടും കൊണ്ടും മാത്രമാണ് UDF-ന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന നിലമ്പൂർ PV അൻവറിനെ പോലെയുള്ള അധമന്മാർ കൊണ്ടുപോയത്. നിലമ്പൂരിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി എന്ന് മാത്രമല്ല വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ പാഠം 1, വിലാപം പോലെയുള്ള ചലച്ചിത്രങ്ങളുടെ നിർമ്മാതാവും തിരക്കഥാകൃത്തും എന്നൊക്കെയുള്ള നിലകളിൽ കലാരംഗത്തും അദ്ദേഹം ശ്രദ്ധേയനാണ്. നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗും പാരപണിയുവാൻ സാധ്യത കുറവാണ്. ഷൗക്കത്തിന്റെ വിജയം അവിടെയും കൂടി ആവശ്യമാണ്. ഇന്ന് അൻവർ പേര് നിർദ്ദേശിച്ച ജോയിയും പ്രത്യക്ഷത്തിൽ പണിയുവാൻ ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാകുന്നു. ജോയി എത്ര പണിതാലും ഒരു 1000-1500 വോട്ടിലധികം കൂടുതൽ മറിക്കുവാൻ പ്രാപ്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആര്യാടൻ ഷൗക്കത്ത് ഇത്തവണ വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് അൻവറിന്റെ മറ്റൊരു വേവലാതി. കത്തോലിക്ക ബിഷപ്പന്മാരുടെ കിങ്ങിണിക്കുട്ടൻ സണ്ണിച്ചുട്ടന്റെ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കന്നി ഉപതെരഞ്ഞെടുപ്പായതിനാൽ താമരശ്ശേരി ബിഷപ്പ് ഉപ്പൂപ്പ ഷൗക്കത്തിനെതിരായി പാരപണിയുവാൻ സാധ്യതയില്ല. ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുമായും നല്ല ബന്ധമാണ് മണ്ഡലത്തിൽ ഉള്ളത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ കോൺഗ്രസിന് വലിയ കല്ലുകടിയൊന്നുമില്ലാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ പറ്റി എന്നത് ഒരു വലിയ നേട്ടമാണ്. മറ്റു 2 മുന്നണികൾക്കും ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല. അൻവറിനെ അടുപ്പിക്കാത്തതും അൻവറിന്റെ നിർദ്ദേശം പരിഗണിക്കാത്തതും UDF-ന് നിലമ്പൂരിൽ മാത്രമല്ല വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. നിലമ്പൂരിൽ PV അൻവറുമായി യാതൊരുവിധ ചങ്ങാത്തവും ഉണ്ടാക്കാതിരുന്നാൽ പാലക്കാട്ടുണ്ടായതുപോലെയുള്ള വിജയം UDF സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരും സുനിശ്ചയം. ഓർക്കുക, ഇടതുപക്ഷ പിന്തുണ കൊണ്ട് മാത്രമാണ് അൻവറിന് നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണ വിജയിക്കുവാൻ സാധിച്ചത്. ഇത്തവണ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നുറപ്പാണ്. അൻവർ നിന്നാൽ അത് ആര്യാടൻ ഷൗക്കത്തിന് നേട്ടമേ ഉണ്ടാവൂ. ആ നാണംകെട്ട പരാജയത്തിലൂടെ നിലമ്പൂർ മൂരി ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരും. നിലമ്പൂരിൽ വിജയമുറപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടുന്നത് അൻവറിനെ കുറിച്ച് ശബ്ദിക്കാതിരിക്കുക, അർഹിക്കുന്ന അവജ്ഞയോടെ ആ നാമം ഇഗ്നർ ചെയ്യുക എന്നതാണ്. കോൺഗ്രസിലെ യുവനിരയെ നിലമ്പൂരിൽ മുൻനിരയിൽ ഇറക്കുക. ഷാഫി പറമ്പിൽ, രാഹുൽ മാംകൂട്ടത്തിൽ, അബിൻ വർക്കി, PK ഫിറോസ് എന്നിവരെയൊക്കെ മുൻനിരയിൽ ഇറക്കിയാൽ ബാക്കി അവർ നോക്കിക്കൊള്ളും. മരവാഴകളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, AK ആന്റണി എന്നിവരെയൊക്കെ ആ പരിസരത്ത് പോലും അടുപ്പിക്കരുത്. വിജയസാധ്യത തന്നെ ഇല്ലാതാക്കി കളയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.